ഡോക്ടറെ. ഓ സുമൻ. വാസുമാ. അപ്പൊ എങ്ങനെ ഈ അടുത്തെങ്ങനെ സുമതി വളവിൽ പോയായിരുന്നോ? ഓ പോയി സാറേ. പക്ഷെ സുമതി വളവില് സുമതി എന്ന് മാത്രമല്ല ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കണ്ടില്ലെന്ന്. ഏതായാലും എൻ്റെ തലയിൽ തൈര് വീണപ്പോഴേ എൻ്റെ പേടിയൊക്കെ പോയി സാറേ. സുമ തക്രധാര സുമ, തൈര് കോരി ഒഴിച്ചെന്നൊന്നും പറഞ്ഞ ആളല്ലേ? ഓ എന്ത് കുന്തെങ്കിലും ആവട്ടെ. എന്തായാലും സാറിൻ്റെ ചികിത്സയിൽ എൻ്റെ പേടി കംപ്ലീറ്റ് മാറി. പക്ഷേ ഇപ്പം അതല്ല പ്രശ്നം. പിന്നെന്താ? എൻ്റെ വൈഫിനാന്ന് പ്രശ്നം. ആർക്ക്? ടീച്ചർക്ക്? മറന്നുപോയോ? ഡെലിവറി ആയിരുന്നില്ലേ കഴിഞ്ഞ ആഴ്ച? അച്ചോ, ഞാനതങ്ങ് വിട്ടുപോയി. മോൻകുട്ടനാ മോളാ? മോൻ. എന്റെ മോനെ കൊടുകൈ. പക്ഷേങ്കി പെറ്റിട്ട ശേഷം ഓളാകെ മാറിയാണ്. ഓളാ കൊച്ചിന് എടുക്കണ കൂടിയില്ലെന്ന്. ഓഹോ. ഇടയ്ക്കോട്ട് പറയുവാ, സുമതി വിളവിൽ സുമതിയില്ലേ അത് ഓളാണ്. സുമന്റെ സുമതി വളവിലെ കഥയൊക്കെ കുറെ കേട്ടിട്ടുള്ളതല്ലേ പുള്ളിക്കാരി? പോസ്റ്റ്മോർട്ടം കാലമാകുമ്പോൾ ഇങ്ങനത്തെ സൈക്കോസിസ് ഒക്കെ ഇപ്പൊ സർവ്വസാധാരണമാണ്. പോസ്റ്റ്മോർട്ടം കണ്ടില്ലേ? പോസ്റ്റ്മോർട്ടം കാലഘട്ടം എന്തെന്ന് തിരിച്ചറിയാത്തവരാണ് നമുക്ക് ചുറ്റുമുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും. പോസ്റ്റ്മോർട്ടം കാലയളവ് അഥവാ പ്രസവശേഷമുള്ള 6 മുതൽ 8 ആഴ്ചകൾ ഓരോ അമ്മയ്ക്കും കുഞ്ഞിനും വളരെ നിർണായകമാണ്. ഇന്നത്തെ ഡിജിറ്റൽ ഗ്ലോബൽ യുഗത്തിൽ പ്രസവശേഷം ഉണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം പീരീഡിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് പോലുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. ഈ കാലഘട്ടത്തിൽ പ്രസവശേഷം കാണാത്ത കാഴ്ചകൾ കാണുന്നതായും കേൾക്കാത്ത നാദങ്ങൾ കേൾക്കുന്നതായും മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, മാനസികമായ പിരിമുറുക്കം, വിഷാദം പോലുള്ള പ്രശ്നങ്ങൾ പലരിലും രൂക്ഷമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം പീരീഡിൽ ഓരോ അമ്മയ്ക്കും ഭർത്താവിൻ്റെ പിന്തുണയും കുടുംബത്തിൻ്റെ കരുതലും ഒരു ഡോക്ടറുടെ പരിചരണവും നമുക്ക് ഏവർക്കും ഉറപ്പുവരുത്താം.